നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തായിരുന്നു, ഒരു ഫോർഡിൻ്റെ. അപ്പോൾ അതൊരു 19,000 പേര് അടുപ്പിച്ച് കണ്ടായിരുന്നു. എന്നിട്ട് ഷോർട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് അതുവഴി വന്നപ്പം ആ മെസ്സേജ് ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ വണ്ടി എല്ലാം കിടപ്പുണ്ടോ എന്ന്. വണ്ടി കിടപ്പുണ്ട്, പക്ഷേ അങ്ങനെയുള്ള ഇത് ചെയ്തിട്ടുള്ള വണ്ടിയില്ല. അതുപോലെ നമ്മളാ വണ്ടി പോയിട്ടില്ല, കച്ചവടമായിട്ടില്ല. ഇതേവരെ അവിടെ തന്നെ കിടപ്പുണ്ട്. കണ്ടാ നോക്കി വണ്ടികളുടെ ചാകര. ഞാനങ്ങനെ അറിഞ്ഞൊരു വീഡിയോ എടുക്കുക. അപ്പം പറഞ്ഞ് ഇതിനക്ക് വണ്ടി കച്ചവടമായിട്ടുണ്ട്, ഏതൊരു വണ്ടി. അപ്പോൾ നീ വലുതായിട്ടൊന്നും ബഹളമൊന്നും വെക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ബഹളമൊന്നും വെക്കുന്നില്ല, ഞാൻ അല്ലാതെ വീഡിയോ എടുക്കത്തുള്ളൂ പറഞ്ഞു. ആ വീഡിയോ എടുത്താൽ കുഴപ്പമില്ല. ഇത് സഹായിക്കുന്ന ഒത്തൊരു മസ്രിയ, അതായത് ഈജിപ്ഷ്യൻ. പിന്നെ ബംഗ്ലാദേശ് തന്നെ ഉണ്ട്. അവൻ്റെ കഫീലും പാവം പിടിച്ച ഒരാളാണ്, ഒന്നും പറഞ്ഞിട്ടേ ഒന്നുമില്ല. കഫീലോട്ട് ട്രിപ്പുണ്ട്, ഇതിൻ്റെ ഓണർ, അതായത് ഈ കടയുടെ മുതിർ ഓണർ അവിടെ ട്രിപ്പുണ്ട്. പക്ഷെ ഒരു ശല്യമില്ല, നമ്മുടെ ഒന്നും പറയത്തില്ല. ഞാൻ അഥവാ ചൂടത്ത് പോയി നിന്നാൽ പോലും അവർ പറയും ഞങ്ങൾക്ക് അകത്ത് ഇരുന്നോളാൻ പറയും. നല്ല നീറ്റ് മനുഷ്യന്മാരാണ്. ഇതിൻ്റെയൊക്കെ കളറുണ്ട്, എന്ത് രസമാണെന്നുണ്ട്. ഇനി ഒരു പച്ച ലംബോർഗിനി കിടപ്പുണ്ട് എൻ്റെ ബാക്കിലായിട്ട്, അതും തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഞാനങ്ങനെ അതുകൊണ്ട് കിടക്കുന്നുണ്ട്. എല്ലാം ലംബോർഗിനി അവിടെ കൂടുതലും. പിന്നെ ഫെറാറി ഉണ്ട്, പിന്നെ നമ്മളെ പോർഷെ 911 ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ബെന്ലി ഉണ്ട്. എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം എല്ലാത്തിൻ്റെയും വീഡിയോ ഓരോന്നോരോന്നായിട്ട് എടുക്കുവാണെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. പിന്നെ റേഞ്ച് റോവറിൻ്റെ തന്നെ ഓരോ സീരീസ്. ഇതാണ് ബംഗ്ലാദേശുകാരൻ. എന്നാണ്ട് BMW വണ്ടികൾ, പോർഷെ, അത് ഇത് ജപ്പ് ചവർ എല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ട് കാണണം കേട്ടോ. തായി കിടക്കുന്നുണ്ട് റോൾസ് റോയ്സ്. കളറൊക്കെ കണ്ട ഒരു പ്രത്യേക കളറ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കളറ് റോൾസ് റോയ്സ് കാണുന്നത്, ഈ അടുപ്പിച്ച്. അതായത് ഈ രണ്ടെണ്ണമൊക്കെ ഒരേ കളറിൽ കിടക്കുന്നത്. നോക്കി ഞാൻ കാണിച്ചു തരാം, നല്ല വ്യക്തമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. കണ്ട നോക്കി ഈ കളറൊക്കെ നോക്കി, കണ്ട രണ്ടും ഒരു നീല. ഇത് നോക്കിയേ ലംബോർഗിനി കിടക്കുന്നത്. വയ്യാതെ കിടക്കുമെന്ന് തോന്നല്ല പാവങ്ങൾ, അനങ്ങാതെ നടന്ന റോഡിൽ ചീറിപ്പാറിഞ്ഞ് എന്തു പറയുന്നത്. റോഡ് മൊത്തം തകർത്തോണ്ടിരുന്ന ടീമുകളായി കിടക്കുന്ന, അനങ്ങാതെ കിടക്കുന്നു. നോക്ക് ആഡംബര കാറിൻ്റെ അവസാന വാക്കെന്നാണ് പറയുന്നത്. നോക്കി റോൾസ് റോയ്സ്, പാവം ഒരനക്കമില്ലാതെ കിടക്കുന്നു. നോക്ക് ഓരോ വണ്ടികൾ കാണുമ്പോൾ സന്തോഷമാണ്. ആസ്റ്റൺ മാർട്ടിനൊക്കെ കിടക്കുന്നതാണ്. ഞാൻ ആസ്റ്റൺ മാർട്ടിന് ഹൈവേ കൂടെ ഓടിപ്പോകുന്നേ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങളൊരു കോമ്പൗണ്ടിലുണ്ട് വണ്ടി, പക്ഷെ അതൊന്നും പോയി എടുക്കാൻ പറ്റത്തില്ല. അവർ നല്ല പറഞ്ഞാൽ ഇത് നോക്ക് ഒന്നും പറയത്തില്ല. നിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളാനാണ് പറഞ്ഞത്. ശബ്ദം വലുതായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി. പിന്നെ അവിടെ അവരുടെ ഒരു പാട്ട് വിട്ടിട്ടുണ്ട്. ഒരു എന്താണെന്ന് എനിക്കറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെയും നിന്ദിക്കരുതല്ല. അപ്പം ഞാൻ അതിനെ നിന്ദിക്കണ്ടെന്നുള്ള രീതിയിൽ ശബ്ദമൊന്നും വെക്കാതെ, അവിടെ വലുതായിട്ട് ആരും ശബ്ദമൊന്നും വെക്കുന്നില്ല, ബഹളമൊന്നും വെക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ പോയി കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെയൊക്കെ സ്പോയിലർ ഉണ്ട്, നോക്കി മെർസിഡസ് ബെൻസാ സ്പോയിലർ. നോക്കി എന്ത് ലുക്കാ നോക്ക്. ഓരോ സൈഡിലും ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുവാണ്. എനിക്കറിയാൻ വയ്യ. ഇനി പോയിട്ട് അടുത്ത വണ്ടിയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ. എനിക്കും ദുബായിൽ നിന്നൊക്കെ ആയിരിക്കും വണ്ടികൾ വരുന്നത്, എനിക്കറിയത്തില്ല. പക്ഷേ രജിസ്ട്രേഷനൊന്നും കിടക്കുന്നില്ലല്ലോ, എല്ലാം അവരുടെ പേരിൽ കാണും, ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നോക്കിയേ ഇനിയും ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് അവർക്ക് ഗോഡൗണൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു അവരുടെ യാർഡിലൊക്കെ വേറെയും വണ്ടി കിടപ്പുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പറഞ്ഞു വിടത്തില്ലല്ലോ അവർ. ഞാൻ കുറേ നേരം അവിടെ നിന്ന്, ഞാൻ എപ്പോഴും കയറി നിൽക്കും, പക്ഷേ ഇന്നാണ് ഇത്രയും മിനിറ്റുള്ള വീഡിയോ എടുക്കാൻ തോന്നിയത്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, നിനക്കത് കണ്ടു എടുത്തുവിടായിരുന്നെന്ന് ചോദിച്ചു. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി. എന്തുകൊണ്ട് ഇറങ്ങിയെന്നറിയാവോ? നമ്മുടെ പടക്കുതിര വെളിയിൽ കിടക്കുന്നു, അത് ഇതുവരെ കച്ചവടം ആയില്ലെന്ന്. അത് ചോദിച്ചാൽ പറഞ്ഞാൽ അത് കൊടുക്കുന്നില്ല, അത് എൻ്റെ കഫീലിന് ഇഷ്ടപ്പെട്ടിട്ടിരിക്കുകയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെ കൊണ്ട് വീഡിയോ എടുക്കാം. നമ്മളൊരു 19,000 പേര് കണ്ട ഷോർട്ടുള്ളതായത്, ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ അതാണ്. പക്ഷേ നമ്പർ പ്ലേറ്റ് എടുക്കുമ്പം അതൊരു പ്രശ്നമാണെന്ന് പേടിച്ചിട്ടാണ് ഈ നമ്പർ പ്ലേറ്റ് എടുക്കാത്തത്. മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കുക. ഇതിന് നമ്പർ പ്ലേറ്റ് മറച്ചില്ല. നോക്കിയേ. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.